നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ തിരുവോണ ദിനത്തിൽ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പത്തനംതിട്ട മല്ലപ്പള്ളി ചേർത്തോട് ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി. സുധാ രഘുനാഥാണ് കൊല്ലപ്പെട്ടത്. 61 വയസ്സുകാരിയാണ് ഭർത്താവിന്റെ കൈയാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സുധയെ കൊലപ്പെടുത്തിയ ശേഷം രഘുനാഥ് ജീവനൊടുക്കി. കുടുംബ വഴക്കാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം ഒരു കുടുംബ വഴക്കുണ്ടായിരുന്നു. ആ വഴക്ക് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന തരത്തിലാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാലും കൂടുതൽ വിവരങ്ങളൊക്കെ ഒരു മണിക്കൂറുകളിൽ പുറത്തു വരും. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം കടയ്ക്കാവൂരിലും സമാനമായ സംഭവമുണ്ടായി. കടയ്ക്കാവൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിച്ചു. കൈക്കര സ്വദേശി കൊച്ചുചാത്തിയോട് വീട്ടിൽ അനു എന്നയാളാണ് യുവതിയെ വെട്ടി പരിക്കേൽപ്പിച്ചത്. യുവതിയുടെ വീട്ടിലെത്തിയായിരുന്നു ആക്രമണം നടത്തിയത്. ഇവർക്കിടയിൽ പ്രശ്നം നിലനിന്നിരുന്നതിനാൽ ഇരുവരും പിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. അതിനിടയിലാണ് വീട്ടിലെത്തി ഇത്തരത്തിലൊരു ആക്രമണം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഭർത്താവ് അനുവിനെ കടയ്ക്കാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ കൈക്കും തലയ്ക്കുമാണ് ഗുരുതരമായി വെട്ടേറ്റത്. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു നടുക്കുന്ന വാർത്ത കൂടി ഉണ്ടായി. ഉത്രാട ദിനത്തിൽ നടന്ന അപകടത്തിൽ വലിയകുളങ്ങര ഗ്രാമം നടുങ്ങിയിരിക്കുകയാണ്. ദേശീയപാതയുടെ വികസന പ്രവർത്തനം തുടങ്ങിയതു മുതൽ ഏറ്റവും കൂടുതൽ അപകടം നടന്ന സ്ഥലമാണ് വലിയകുളങ്ങര. നാട്ടുവാതിക്കൽ ചന്തയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ 6:10 ഒരു അപകടമുണ്ടായത്. KSRTC ബസ്സും വാനും കൂട്ടിയിടിച്ച് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ആദ്യം ചുറ്റും പുക നിറഞ്ഞ നിലയിലാണ് 2 വാഹനങ്ങൾ നാട്ടുകാർ കാണുന്നത്. ഓച്ചിറ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളും ആൻഡേഴ്സൺ എഡ്വേർഡ് എന്ന മാധ്യമ പ്രവർത്തകനുമാണ് സംഭവ സ്ഥലത്ത് ആദ്യം എത്തിയത്. അപ്പോൾ ഈ ബസിന്റെ അടിയിൽ ഇടിച്ചു കയറിയ വാനും റോഡിലേക്ക് തെറിച്ചു വീണ് കിടക്കുന്ന കുട്ടിയെയുമാണ് ആദ്യം ഇവർ കാണുന്നത്. ഓച്ചിറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരെത്തുന്നു. അവർ ബസിന്റെ ഡോർ പുറത്തുനിന്ന് തുറന്ന് പരിക്കേറ്റ യാത്രക്കാരെയും വാനിലെ യാത്രക്കാരെയും അതുവഴി വന്ന കാറുകളിൽ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വാനിന്റെ മുൻ സീറ്റിൽ ഇടതുഭാഗത്തിരുന്ന ബിന്ധ്യ സൂസൻ പ്രിൻസിനെ വലിയ പരിക്കില്ലാതെ പുറത്തെടുത്തു. ഇവരുടെ മകൻ അതുൽ ജീപ്പിൽ നിന്ന് തെറിച്ചു വീണ് തൽക്ഷണം മരിച്ചു. മക്കളായ അൽക്കയെയും ഐശ്വര്യയെയും നാട്ടുകാർ പുറത്തെടുത്തു. അവരെ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അപ്പോഴും ഡ്രൈവർ സീറ്റിലിരുന്ന പ്രിൻസിനെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. വേഗത്തിൽ സ്ഥലത്തെത്തിയ ഓച്ചിറ പോലീസും ഫയർഫോഴ്സും 1 മണിക്കൂറോളം യന്ത്രങ്ങളുടെ സഹായത്തോടെ ശ്രമിച്ചാണ് ഈ പ്രിൻസിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നത്, പ്രദേശത്ത് മതിയായ അപകട സൂചന ബോർഡുകൾ ഇല്ലാത്തത്, റിഫ്ലക്ടർ ബോർഡുകൾ ഇല്ലാത്തത്, റോഡിൽ വെളിച്ചം കുറവാണ്, ഇതെല്ലാം അപകടം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട്, അപകടം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്ന ഒരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. 1 മാസം മുൻപ് KSRTC ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറിയും ഓട്ടോറിക്ഷയിൽ ബസ് ഇടിച്ചും ഈ ഭാഗത്ത് അപകടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതേ സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അപകടം നടന്ന സ്ഥലത്ത് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, അതുപോലെ തന്നെ CR മഹേഷ് MLA അടക്കമുള്ളവർ എത്തിയിരുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. എന്തായാലും തിരുവോണ ദിനത്തിൽ വേദനയായി ഈ സംഭവങ്ങൾ മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.